നേഴ്സിംഗ് പഠിക്കുന്നത് എന്തിനാണെന്ന് ഒരുപാട് കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരെ മിക്കവാറും പിള്ളേർ പറയുന്നൊരു ഉത്തരവാണ്, എനിക്ക് ഫോറിനിൽ പോകണം, എനിക്ക് PR കിട്ടണം, അവിടെ ചെന്നാൽ പെട്ടെന്ന് PR കിട്ടുക, ജോലി, ഇതെല്ലാം നേഴ്സിനാണ്, അവിടെ ഈ പ്രൊഫഷന് വളരെ റെസ്പെക്റ്റ് ഉണ്ട്, ശമ്പളം ഇതാണ് എന്നൊക്കെ കൊണ്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അങ്ങനെ വിദേശത്തേക്ക് ഒരുപാട് പേര് പോവുകയാണ്. നമുക്ക് ഒത്തിരി നഴ്സിംഗ് കോളേജസ് ഇവിടെയുണ്ട്. ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസിലെ ശരിക്കും ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഞാൻ നേരത്തെ ഡോക്ടേഴ്സിൻ്റെ ചോദിച്ച പോലെ നേഴ്സസിൻ്റേത് എങ്ങനെയാണ്? ഷോർട്ടേജാണ്. ഇനിയും ആൾക്കാരെ ആവശ്യമുണ്ട്. എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥയാണ്. കാരണം പാസ് ആയി വരുന്ന കുട്ടികൾക്കെല്ലാം പുറത്ത് അതുപോലെ ഓപ്പർച്യൂണിറ്റി കിടപ്പുണ്ട് ഇന്ത്യക്ക് വെളിയിൽ. 1 വർഷം 2 വർഷം കഴിഞ്ഞാൽ ഇവർക്ക് നേരെ അവിടെ കിട്ടുകയാണ്. അപ്പോൾ അടുത്ത പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏത് ഹോസ്പിറ്റലിൽ നേഴ്സസ് കണ്ടിന്യൂസ് റിക്രൂട്ട്മെന്റ് ആണ്. എല്ലാ ആഴ്ചയും നമുക്ക് റിക്രൂട്ട് ചെയ്യേണ്ടി വരും. അതെ, നമുക്ക് എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി രേണു നേരത്തെ പറഞ്ഞ പോയിന്റാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. BSc നഴ്സിംഗ് പഠിക്കുന്ന ഒരാളുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാനഡയിൽ പോകണം, എനിക്ക് UK പോകണം, എനിക്ക് US പോകണം, 15 വർഷം ജോലി ചെയ്ത് സെറ്റിൽ ആകണം, എനിക്ക് അവിടുത്തെ സിറ്റിസൺ ആവണം. ഇതാണ് അവരുടെ മൈൻഡ് സെറ്റ്. കാരണം അവർ തെറ്റ് പറയാൻ നോക്കില്ല. കാരണം അത്തരം രീതിയിലുള്ള ഇൻകം ഒന്നും ഒരിക്കലും ഇന്ത്യയിൽ കിട്ടത്തില്ല. അവർക്ക് അവിടെ പോയാലേ കിട്ടുള്ളൂ. ഇനിയും ഇതിൻ്റെ ഇരട്ടി നഴ്സിംഗ് കോളേജിൽ വന്നാലും ഇതിൻ്റെ ഇരട്ടി നഴ്സിംഗ് സ്റ്റുഡൻസ് പാസ്സായി വന്നാലും എല്ലാവർക്കും ജോലി കിട്ടുന്ന ഏക പ്രൊഫഷനാണെങ്കിൽ അത് നഴ്സിംഗ് മാത്രമേ ഉള്ളൂ. ഇത് ഒക്കെ ആണെങ്കിലും ആശുപത്രികളിൽ നമ്മൾ ഈ പറയുന്ന പോലെ പ്രോപ്പർ ഷിഫ്റ്റിലോ പ്രോപ്പറായിട്ട് ഇപ്പം ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഇതിലോ അല്ല നഴ്സുമാരിപ്പോൾ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിഷേധിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് പലയിടത്തും ഈ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് കുറച്ച് എക്സസ് വർക്ക് എല്ലാവരും ചെയ്യാൻ ബാധ്യസ്ഥരായി വരികയാണ്. പക്ഷേ ഒരു നല്ലൊരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഫ്ലോറിൽ 6 പേഷ്യൻറ്റ് ഒരു നേഴ്സാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കണക്ക്. അതേപോലെ ICUവിൽ 2 പേഷ്യൻ്റ് ഒരു നേഴ്സ്, വെന്റിലേറ്ററുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ 1 പേഷ്യൻ്റ് ഒരു നേഴ്സ്. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് നഴ്സിംഗ് റേഷ്യോ നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ നഴ്സിംഗ് റേഷ്യോ അവരുടെ ജോബ് ഒരു മാസം എടുക്കണമെങ്കിൽ ഏതാണ്ട് 208 മണിക്കൂറാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയാണ് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ടൈം നമ്മൾ പറയുന്നത്. പലപ്പോഴും ഇവർ ഇത് എക്സ്റ്റെൻഡായി പോകുന്നുണ്ട്. പക്ഷേ ഇത് എക്സ്റ്റെൻഡായി പോകാതെ ഇരിക്കണം എന്നുള്ള എന്നെപ്പോലെ ആൾക്കാർ ഞാൻ എപ്പോഴും പറയാനുള്ളത്. എനിക്ക് ഒരു നേഴ്സ് 8 hours കൂടുതൽ ഷിഫ്റ്റിൽ 1 മണിക്കൂർ പോലും വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർബന്ധം പറയുന്ന ആളാണ് ഞാൻ. കാരണം അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ടിനെ അത് ബാധിക്കും. അത് ഇവർ സ്ട്രെസ്ഡ് ഔട്ട് ആവും. അത് ഓട്ടോമാറ്റിക്കലി പേഷ്യൻ്റ് കെയറിനെയും കൂടി അഫക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലെത്തും. അപ്പം എല്ലാ ഹോസ്പിറ്റൽസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റ് കയറുന്ന സമയത്ത് ഓവർലാപ്പ് ഉണ്ടാവും. ആ ഓവർലാപ്പിൽ ഹാൻഡിങ് ഓവർ പ്രോപ്പറായിട്ട് കൃത്യസമയത്ത് ഇവർ പോകണം. അത് നിർബന്ധമായിട്ടും പാലിക്കണം എന്ന് ഞാൻ പറയുന്ന ആളാണ്.